വാർത്തകളിലേക്ക്. ബീഹാറിലെ സ്ട്രോങ് റൂമുകളിൽ സിസിടിവി ക്യാമറകൾ പ്രവർത്തനരഹിതമെന്ന് കോൺഗ്രസ്. ഫലപ്രഖ്യാപനത്തിന് മുൻപ് ബീഹാറിൽ വോട്ടുകൾ മോഷ്ടിക്കാൻ ഗൂഢാലോചനയുണ്ടെന്നാണ് ആരോപണം. സിസിടിവി ഇല്ലാത്ത സ്ട്രോങ് റൂമുകളുടെ ദൃശ്യങ്ങൾ കോൺഗ്രസ് പുറത്തുവിട്ടു. സജു തോമസ് ചേരുന്നു. സജു, എന്താണ് കോൺഗ്രസിന്റെ ആരോപണം? അതന്നെ പ്രധാനമായിട്ടും ബീഹാറിലെ ചില സ്ട്രോങ് റൂം, അതായത് ഈ വോട്ടിംഗ് മെഷീനുകൾ, ഇവിഎം മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകളിലെ CCTV ദൃശ്യങ്ങൾ അപ്രത്യക്ഷമായി എന്നുള്ള ആരോപണം, അതിന്റെ ദൃശ്യങ്ങളടക്കം പങ്കുവച്ചാണ് ഇപ്പോൾ കോൺഗ്രസും RJDയും രംഗത്ത് വന്നിരിക്കുന്നത്. മുസാഫർപൂർ, ബദൽപൂർ അടക്കമുള്ള സ്ഥലങ്ങളിലാണ് ഇത്തരം ആരോപണം പ്രധാനമായിട്ടും ഉന്നയിച്ചിരിക്കുന്നത്. ഇവിടുത്തെ ചില, അതായത് ഈ ദൃശ്യങ്ങൾ കാണുന്ന പോലെ ടിവികളിലെ CCTV ദൃശ്യങ്ങൾ കാണുന്നില്ല. അത് പ്രധാന ആരോപണമായി ഉന്നയിക്കുകയാണ്. നേരത്തെയും സമാനമായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചിരുന്നു. ആദ്യഘട്ട വോട്ടെടുപ്പിന് ശേഷവും ഇതുപോലെ സ്ട്രോങ് റൂമുകളിലെ CCTV ദൃശ്യങ്ങൾ അപ്രത്യക്ഷമായതിനെ പറ്റി RJD അടക്കമുള്ള പാർട്ടികൾ വലിയ വിമർശനം ഉയർത്തിയിരുന്നു. അതായത് അമിത്ഷായുടെ നേതൃത്വത്തിൽ വോട്ട് കൊള്ളയ്ക്ക് വേണ്ടിയാണ് ഇവർ നോക്കുന്നത്. പ്രത്യേകിച്ച് വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള BJP നേതാക്കൾ സംസ്ഥാനത്തെത്തി വോട്ട് ചെയ്യുന്നു, അവരുടെ വോട്ട് അട്ടിമറിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള ആരോപണങ്ങൾ കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നു. അത് സാധൂകരിക്കുന്ന ചില തെളിവുകളടക്കമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഈ സ്ട്രോങ് റൂമുകളിലെ CCTV ദൃശ്യങ്ങൾ അത് അല്പസമയത്തേക്ക് അപ്രത്യക്ഷമാകുന്നു, വീണ്ടും തിരിച്ചു വരുന്നു, വീണ്ടും മണിക്കൂറുകളോളം CCTV ദൃശ്യങ്ങൾ അപ്രത്യക്ഷമാകുന്നതിന്റെ ദൃശ്യങ്ങളും അതോടൊപ്പം തന്നെ ഇതിന്റെ വീഡിയോകളടക്കം പങ്കുവെച്ചുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസും RJDയും വലിയ ആരോപണം ഉയർത്തിയിരിക്കുന്നത്. പ്രധാനമായിട്ടും തേജസ്വി യാദവ് ഉയർത്തുന്ന ആരോപണം അമിത്ഷായുടെ നേതൃത്വത്തിൽ വിവിധ സംസ്ഥാനങ്ങളിലെ BJP നേതാക്കൾ സംസ്ഥാനത്തെത്തി ബീഹാറിലെ വോട്ടുകൾ അട്ടിമറിക്കാനുള്ള ശ്രമമാണെന്നാണ് ആരോപിക്കുന്നത്. എന്തായാലും ഇനിയിപ്പോൾ വോട്ടെണ്ണാൻ മണിക്കൂറുകൾ മാത്രമാണ് ബീഹാറിൽ ബാക്കിയുള്ളത്. 38 സംസ്ഥാനങ്ങളിലായി 243 മണ്ഡലങ്ങളിലാണ് വോട്ടെടുപ്പ് പൂർത്തിയായത്. എന്തായാലും ഈ വോട്ടെടുപ്പിന് മണിക്കൂറുകൾ ബാക്കി നിൽക്കെ ബീഹാറിലെ പല പോളിംഗ് ബൂത്തുകളിൽ, അതായത് ഈ സ്ട്രോങ് റൂമുകൾ, പോളിംഗ് ബൂത്തുകളിലെ സ്ട്രോങ് റൂമുകളിലെ CCTV ദൃശ്യങ്ങൾ അപ്രത്യക്ഷമാകുന്നതിലോ അല്ലെങ്കിൽ CCTVയിൽ കൃത്രിമം കാണിക്കുന്നു എന്നുള്ള വലിയ ആരോപണമാണ് പ്രതിപക്ഷ പാർട്ടികൾ ഉയർത്തുന്നത്. ധന്യ.